നമസ്കാരം. താരസംഘടന അമ്മയുമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇന്നലെ ആയിരുന്നു ശ്വേതാ മേനോൻ നൽകിയ കേസുമായി ബന്ധപ്പെട്ട് കോടതി എടുത്തത്. അതിൽ അമ്മ അഡ്ഹോക് കമ്മിറ്റിക്കെതിരായ ശ്വേതയുടെ ഹർജി ഇന്നലെ കഴിഞ്ഞ ദിവസം പരിഗണിച്ചിരുന്നു. ഇന്നലെ 13 തീയതി വീണ്ടും ഹിയറിങ്ങിന് വേണ്ടി വെച്ചിരുന്നു. അൻസിബ എതിർത്ത് ശ്വേതാ മേനോൻ അവിടെ രംഗത്ത് അൻസിബ കക്ഷി ചേർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ശ്വേതാ മേനോൻ എതിർത്തു. കക്ഷി ചേരാൻ കഴിയില്ല എന്ന് പറയുന്നു. ശ്വേതയുടെ എതിർപ്പ് മുനിസിപ്പൽ കോടതി വാദം കേൾക്കുന്നതിന് മാറ്റിയിട്ടുണ്ട്. 27-ാം തീയതി പിഷാരടിയുടെ വാദം 27-ന് കേൾക്കും എന്നാണ് ഇന്നലെ കോടതിയിലുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഇന്ന് വാർത്തകൾ പലതും ഞാൻ കണ്ടതു. ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർക്ക് ശ്വേതാ മേനോൻ ഓഫീസിൽ വരുന്നില്ല, അതുകൊണ്ട് കമ്മിറ്റികളൊന്നും നടക്കുന്ന പല കാര്യങ്ങളും മുടങ്ങിപ്പോകുന്നു എന്ന് പറയുന്നത് കേട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നൽകിയ ഒരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കഴിഞ്ഞ ദിവസം കമ്മിറ്റി ചേർന്നു, ഓൺലൈനായിട്ട് ചേരുകയും ചെയ്തു. ഇന്നലെ ഇവർ കമ്മിറ്റി അംഗങ്ങൾ കമ്മിറ്റി ചേർന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇന്നലെ ഓഫീസിൽ ശ്വേതയുടെ അധ്യക്ഷതയിൽ കമ്മിറ്റി ചേർന്നു എന്ന് പറയുന്നു. 8 പേർ ഈ കമ്മിറ്റിയിൽ പങ്കെടുത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. മൊത്തം 17 പേര് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അതിൽ 5 പേര് രാജിവെച്ചു. 5 പേര് രാജിവെച്ച് ജോയ് മാത്യു രാജിവെച്ചു, കൈലാഷ് രാജിവെച്ചു, ലക്ഷ്മിപ്രിയ രാജിവെച്ചു, അതോടൊപ്പം തന്നെ ജയൻ ചേർത്തല രാജിവെച്ചു, അൻസിബ രാജു. അങ്ങനെ 5 പേര് രാജിവെക്കുന്നു. ബാക്കിയുള്ള ആളുകൾ 12 പേരാണുള്ളത്. ആ 12 പേരിൽ 8 പേര് കമ്മിറ്റി ഇന്നലെ കൂടിയെന്നാണ് എനിക്ക് കിട്ടുന്നത്. കമ്മിറ്റി കൂടി പുതിയ കാര്യങ്ങളിലേക്കുള്ള ഒരു തുടക്കമെന്ന നിലയിലേക്ക് ഓണം വരികയാണ്. കഴിഞ്ഞ ഓണത്തിനൊക്കെ കിറ്റുകൾ നൽകിയിരുന്നു. കൈലാഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കിറ്റുകൾ നൽകിയത്. എല്ലാവർക്കും കിറ്റുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരമൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള നടപടിയൊക്കെ ഇന്നലത്തെ യോഗത്തിൽ കൈക്കൊണ്ടുവെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലത്തെ ഈ കമ്മിറ്റിയിൽ കണക്കുമായി ബന്ധപ്പെട്ട് കണക്കിൻ്റെ പ്രശ്നമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണക്കുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ണി ശിവപാൽ ഇന്നലത്തെ മീറ്റിങ്ങിലും പങ്കെടുത്തില്ല. അതൊരു നിയമവിരുദ്ധമാണ് എന്നാണ് പറയപ്പെടുന്നത്. നിയമവിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ നിയമവിദഗ്ധർ പറയുന്നത് അത് തെറ്റാണ്. കണക്ക് മൊത്തം സമർപ്പിക്കാൻ വേണ്ടിയാണ് 45 ദിവസം സമയം അന്നത്തെ മീറ്റിങ്ങിൽ ശ്വേത ചോദിക്കും. എന്നാൽ അതൊന്നും നടക്കാത്ത സാഹചര്യം വരികയും ചെയ്തിട്ടുണ്ട്. അത് ജനറൽ ബോഡിയുടെ ഒരു തീരുമാനമായി തന്നെ നമ്മൾ കണക്കാക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിൽ നിന്നാണ് പിന്നീട് കോടതി പോയി വിധി സമ്പാദിച്ചിരിക്കുന്നത്. ഈ ഉണ്ണി ശിവപാലിനെ പറഞ്ഞു വിടുന്നത്, ഉണ്ണി ശിവപാലും അതുല്യമായുള്ള വിഷയത്തിൽ കമ്മിറ്റി തീരുമാനമെടുത്തത് മെയ് 12-ാം തീയതി തീരുമാനമെടുത്ത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു ശ്വേതാ മേനോൻ പറഞ്ഞു ജനറൽ ബോഡി വരെ ഉണ്ണി ശിവപാലിനെ മാറ്റി നിർത്താൻ തീരുമാനിച്ചു. ആ മാറ്റി നിർത്താൻ തീരുമാനിക്കുകയും പിന്നീട് മെയ് 15-ാം തീയതിയാണ് ഇദ്ദേഹത്തെ ഈ വിവരം അറിയിക്കുക. അപ്പം അത്രയും ദിവസത്തെ ഗ്യാപ്പ്, മെയ് 15-ാം തീയതി അദ്ദേഹത്തെ തീരുമാനം അറിയിക്കുന്നു. അപ്പം ജനറൽ ബോഡി വരെയാണ് മാറ്റി നിർത്തുന്നത്. 3 മാസമൊന്നും മാറ്റി നിർത്തിയിട്ടില്ല. ജനറൽ ബോഡി വരെ ആ ഡേറ്റ് എണ്ണിയാൽ എത്ര ദിവസമാണെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയും. 3 മാസം വരെ മാറ്റി നിർത്തിയെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ അത് വാസ്തവവിരുദ്ധമാണ്. അത് ശ്വേതാ മേനോൻ്റെ ബൈറ്റിൽ തന്നെ കൃത്യമായിട്ട് എന്നാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഈ കണക്കിൽ അപാകത ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ സെപ്റ്റംബർ 1 മുതൽ 2025 മാർച്ച് 31, 2026 വരെയുള്ള കണക്ക്, ആ കണക്ക് കൃത്യമായി തന്നെ അവതരിപ്പിക്കേണ്ടത് ഉണ്ണി ശിവപാലാണ്. ആ കണക്കുകൾ അവതരിപ്പിക്കണം. അതിനുശേഷം ആ കണക്കുകളുടെ ഭാഗത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെന്നും ഇല്ല എന്നും പറയുന്നുണ്ട്. അത് അവിടെ എനിക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ പിന്നീടുള്ള കണക്കുകൾ, ഇവിടെ വരെയുള്ള കണക്കുകൾ പ്രശ്നമില്ല എന്നും പറയുന്നുണ്ട്. അതിനുശേഷമുള്ള കണക്കുകളാണ് അപാകതയുണ്ട് എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ മാർച്ച് 31 മുതൽ മെയ് 15-ാം തീയതി വരെ കണക്കുകൾ അവതരിപ്പിക്കാൻ ഉണ്ണി ശിവപാലിന് കഴിയുമായിരുന്നു. ഉണ്ണി ശിവപാൽ മെയ് 1 മുതൽ ഓഫീസിൽ വരികയോ ഓഫീസിലേക്ക് എത്തുകയോ ഒന്നും ചെയ്യാതെ മാറുന്നു. അതാണ് ജോയ് മാത്യു ഉണ്ണി ശിവപാൽ മുങ്ങിയിരിക്കുന്നു എന്ന് ജോയ് മാത്യു പറഞ്ഞു. അദ്ദേഹത്തെ കാണാനില്ല, അദ്ദേഹം മിസ്സിംഗ് ആണെന്ന് ഉണ്ണി ശിവപാലിനെതിരെ ജോയ് മാത്യു വ്യക്തമായി പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ജനറൽ ബോഡിയിൽ ഉണ്ണി ശിവപാൽ മറുപടി, അപ്പോൾ ജോയ് മാത്യു കൃത്യമായിട്ടൊരു മറുപടി നൽകുകയും ഒരു സാഹചര്യം ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള കണക്കുകൾ ശരിയാക്കി നൽകേണ്ടത് ആരാണ്? ഉണ്ണി ശിവപാൽ എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. ആ കണക്കുകളാണ് ഇവിടെ ഏറ്റവും അപാകതയായിട്ട് ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ഉണ്ണി ശിവപാൽ ഇതിനകത്ത് ഇടപെടുന്നില്ല? അവിടെ ദുരൂഹത ഏറിയാണ്. ഉണ്ണി ശിവപാലിൻ്റെ കണക്കുകൾ ശരിയല്ല എന്ന് തന്നെ പറയേണ്ടതായി വരും. അത് അദ്ദേഹമാണ് ട്രഷറർ. അദ്ദേഹത്തിൻ്റെ കണക്കുകൾ ശരിയാണെങ്കിൽ അദ്ദേഹം ഈ കണക്ക് അവതരിപ്പിക്കാൻ തയ്യാറാണ്. അന്ന് തന്നെ അവിടെ വന്നിട്ട് പറഞ്ഞു എനിക്ക് കണക്കിൽ വിശ്വാസമില്ല. അപ്പോൾ അത്രയും നാൾ കണക്കുകൾ കൈകാര്യം ചെയ്ത് അദ്ദേഹമാണ്. ഉണ്ണി ശിവപാൽ കൈകാര്യം ചെയ്ത കണക്കുകൾ അവിടെ ഒന്ന് പറയുകയാണ് എനിക്ക് ഈ കണക്കിൽ വിശ്വാസമില്ല, എന്നോട് അറിയിക്കാതെയാണ് ഈ കണക്കുകൾ ചെയ്യുന്നത്, അദ്ദേഹം കൊടുത്ത കണക്കുകൾ പ്രകാരമാണ് എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പോൾ സ്വന്തം കമ്മിറ്റിയെ പോലും വിശ്വാസമില്ല എന്ന് ഉണ്ണി ശിവപാൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം, ഉണ്ണി ശിവപാൽ എന്തുകൊണ്ട് ഈ കണക്കുകൾ സെറ്റിൽമെൻറ്റ് നടത്താൻ വേണ്ടി പോകുന്നില്ല?
ഇതൊരു നിയമ സാധ്യതയുമായി പോകുമ്പോൾ വലിയ നിയമകുരുക്കിലേക്കാണ് ഉണ്ണീഷ് ബാല പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നു ഈ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് ഉണ്ണിക്കെതിരെ നിയമയുദ്ധത്തിന് തന്നെ നിയമപരമായി നേരിടാൻ തന്നെ ഈ കമ്മിറ്റിയിൽ ധാരണയായിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ടും കിട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഉണ്ണീഷ് ബാല കണക്ക് കൃത്യമായി വൗച്ചറുകൾ വെച്ച് ബില്ലുകൾ വെച്ച് എല്ലാം കൃത്യമായി ഉണ്ണീഷ് ബാല അവതരിപ്പിക്കണം. എന്നാലേ ഇനിയും കണക്കുണ്ടാകാൻ സാധ്യതയുള്ളൂ. ഉണ്ണീഷ് ബാല വരാത്ത സാഹചര്യത്തിൽ കണക്കുകൾ ഇനിയും പ്രോപ്പറാക്കണമെങ്കിൽ വലിയ ബാധ്യതകൾ വലിയ കടമ്പകൾ ഇപ്പോൾ ഈ തുടർന്ന് പോകുന്ന കമ്മിറ്റി അംഗങ്ങൾ 12 പേരടങ്ങുന്ന കമ്മിറ്റി അംഗങ്ങൾക്കുണ്ട്. ആ 12 പേരിൽ ഒരാളാണ് ഉണ്ണീഷ് ബാല വരുന്നില്ല. അപ്പം ഉണ്ണീഷ് ബാല ചെയ്യുന്ന ഒരു ക്രിമിനൽ കുറ്റമാണോ എന്ന് സംശയിക്കേണ്ടായി വരും. കാരണം കണക്കുകൾ കൃത്യമായി നൽകാൻ ഉണ്ണീഷ് ബാല തയ്യാറാകാത്ത സാഹചര്യമുള്ള അത് ഇപ്പോൾ കോടതി വിധിയിലൂടെ ഈ കമ്മിറ്റി നിലനിന്ന് പോകുന്നുണ്ട്. ഈ കമ്മിറ്റി അംഗങ്ങൾക്കും വലിയ ബാധ്യതയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്നലെ അവർ യോഗം ചേർത്തിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിലുള്ള കാര്യങ്ങൾ എന്താണ്, സഞ്ജീവനി പദ്ധതിക്ക് ഒരു മുടക്കം വരാൻ പാടില്ല, അതിനുള്ള കാര്യങ്ങൾ പൈസ അവർ കൈമാറി. അതോടൊപ്പം തന്നെ എന്താണ് കൈനീട്ടത്തിനുള്ള പൈസകൾ പോകുന്നുണ്ട്. ജനറൽ ബോഡി കൂടിയതുമായി ബന്ധപ്പെട്ട് ഹോട്ടലിലും മറ്റു കാര്യങ്ങൾക്കും ബാധ്യതകളുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ണീഷ് ബാല ഒപ്പുവെച്ചിരുന്ന 3 ചെക്ക് ലീഫ് അത് അഡോക് കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു. കുക്കു പരമേശ്വരൻ തിരിച്ച് ആ കമ്മിറ്റി എല്ലാം കൈമാറിയുണ്ട്. അപ്പോൾ ഈ ചെക്ക് ലീഫും കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചെക്ക് ലീഫ് ഉണ്ടായിരുന്ന അടിസ്ഥാനത്തിലാണ് പൈസകളുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. പക്ഷെ ഉണ്ണീഷ് ബാല വന്നില്ലെങ്കിൽ ഇനിയും അത് പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇന്നലെ എന്തായാലും കമ്മിറ്റി കൂടി. ശ്വേതാ മേനോൻ അവിടെ എത്തിയിരുന്നു. ശ്വേതാ മേനോൻ്റെ അധ്യക്ഷതയിൽ തന്നെയാണ് കമ്മിറ്റി കൂടി. 8 പേര് മീറ്റിങ്ങിൽ പങ്കെടുത്തു. ഓൺലൈനായിട്ട് ആരോ പങ്കെടുത്തു എന്ന് പറയുന്നു. 7 പേരെ മറ്റാണ് ഓഫീസിൽ ഉണ്ടായിരുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. 8 പേരിൽ ഒരാൾ ഓൺലൈനിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. എന്തായാലും ഇങ്ങനെ കണക്ക് ശരിയാക്കാതെ മാറി നിന്ന് കഴിഞ്ഞാൽ ഉണ്ണീഷ് ബാല എന്തിനാണ് ഇത് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ കണക്കിൽ, അദ്ദേഹം എഴുതി വെച്ച കണക്കിൽ സംശയങ്ങൾ ദുരൂഹതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയുന്നത് ഉണ്ണീഷ് ബാലാണ്. ഉണ്ണീഷ് ബാലന് മറുപടി കൊടുക്കണം. ഈ കമ്മിറ്റി അംഗങ്ങളുടെ മുന്നിൽ വന്ന് കണക്ക് അവതരിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ശ്വേതാ മേനോൻ്റെ പോരാട്ടത്തിൽ കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ചിട്ടുണ്ട്. ആ വിധിയിൽ 27-ാം തീയതി പിഷാരടിയുടെ വാദം കേൾക്കും. പിഷാരടി പറയുന്നത് താൻ അഡോക് കമ്മിറ്റി അന്ന് തന്നെ രാജിവെക്കുന്നു. ഞാനൊരു കോടതി കയറാനൊന്നുമില്ല എന്ന് പറഞ്ഞ് പിഷാരടി രാജിവെച്ച സാഹചര്യത്തിൽ പിഷാരടിയുടെ പേരും കൂടെ ഉള്ളതുകൊണ്ട് പിഷാരടിയാണ് ആ കോടതി പോയത്. പിഷാരടിക്ക് വേണ്ടി അഭിഭാഷക ഇന്നലെ ഹാജരായിരുന്നു. അൻസിബയ്ക്ക് വേണ്ടി അഭിഭാഷകൻ ഹാജരായി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അൻസിബ കക്ഷി ചേർക്കുന്നത് എതിർത്തുകൊണ്ട് തന്നെയാണ് ശ്വേതാ മേനോൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്.